ഈ എന്താണ് ഈ മല്ലു ജേഡി, അതിന്റെ പുറകിലെ കഥയെ കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഒത്തിരി പേർക്ക് അറിയായിരിക്കും, എന്നാൽ ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അല്ല അത് ഈ പേര് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പേരല്ല, ആക്ച്വലി ആൾക്കാർ ഇട്ട പേരാണ്. അത് ഞാൻ ഒരു ജാക്ക് ഡാനിയൽസിൻ്റെ ഒരു വീഡിയോ ഏകദേശം ഞാൻ 2017 ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, ജാക്ക് ഡാനിയൽസ് മിക്സിങ്ങിൻ്റെ വിത്ത് ഹണി ലൈം ആൻഡ്. പിന്നെ അത് ആ ആ ആ ഒരു ഐഡിയ അവരെടുത്തിട്ട് അവരുടെ വെബ്സൈറ്റിൽ ആ വീഡിയോയുടെ ഇൻസ്പയർഡ് ആയിട്ട് അവർ ആ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്, ജാക്ക് ഡാനിയൽസിൻ്റെ വെബ്സൈറ്റിൽ പോയാലുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ജെ ഡി ഹണി എന്നുള്ളൊരു പുതിയൊരു ഡ്രിങ്ക് അവർ കൊണ്ടുവന്നു. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ആൾക്കാർ ഒരു ഇൻ്റർനാഷണൽ മദ്യത്തെ കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് ചെറിയ മൂലയിൽ ഇരുന്നിട്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡാണ്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പം മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം കേരളത്തിൽ അത് അന്ന് അത്ര പ്രചാരമല്ലായിരുന്നു ജാക്ക് ഡാനിയൽസ്. ആരും അധികമായിട്ട് അങ്ങനെ ഒരു ബർബൺ ടേസ്റ്റ് ആയതുകൊണ്ടും പിന്നെ ജെ ഡി അത്ര പോപ്പുലർ ബ്രാൻഡല്ല അന്ന് കേരളത്തിൽ. ആ വീഡിയോയിലൂടെ അത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയത്. എനിക്കൊന്നൊരു 50-60 മില്യൺ വ്യൂസ് പോയി ആ വീഡിയോ. അപ്പം അതുകൊണ്ട് അങ്ങനെ അന്ന് ഞാൻ ടിക്ടോക്കിൽ സജീവമായിട്ടിരിക്കുന്ന സമയമാണ് എനിക്കൊന്ന്. അപ്പോൾ ആ ഒറ്റ വീഡിയോയിലൂടെയാണ് ആൾക്കാർ നമ്മളെ അറിയുന്നതും കാണുന്നതും. അപ്പോൾ അതുകൊണ്ട് ആ ജെ ഡി അന്ന് അടിച്ചതുകൊണ്ട് ആ ജെ ഡിയുടെ ആ ഒരു വീഡിയോ കൊണ്ട് ജാക്ക് ഡാനിയൽസ് കമ്പനിയിൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടായതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അവരറിയുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് എനിക്ക് കോൾ വരികയും അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ റെസിപ്പിയെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു വലിയ ഇതായി മാറിയതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ആൾക്കാരിട്ടുന്നത്. ജെ ഡി എണ്ണൻ, മല്ലു ജെ ഡി അങ്ങനെയൊക്കെ വിളിച്ച് പിന്നെ ആ പേര് ഞാൻ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ തുടങ്ങിയപ്പം അതിലങ്ങ് ഇട്ടു.